നമ്മള് ക്യൂൻ എലിസബത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഉദ്ദേശം നമുക്ക് എക്സിബിഷൻ കാണലല്ല, എലിസബത്ത് കാണലാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കിട്ട് വരാം. ഹായ്, നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ. ഇത് ഫുള്ളൊരു പോർട്ട് സൈഡാണ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിട്ട് വരാം. എത്താറായി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാ കാണുന്നു നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്യൂൻ എലിസബത്ത്. ഹോട്ടലാണ് കേട്ടോ. ഇപ്പൊ ബിൽഡിംഗ് പോലെ ഷിപ്പാണ്. ഇത് ക്യൂൻ എലിസബത്ത് ഷിപ്പിന്റെ ഇത് ഷിപ്പാണ് കേട്ടോ. അതേ അവിടെ തൊട്ട് ഇവിടം വരെ കിടക്കുന്നത് ക്യൂൻ എലിസബത്ത് ഷിപ്പാണ്. നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. ക്യൂൻ എലിസബത്ത് 2. പിന്നെ ദേ ഇവിടെ വേറൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. കണ്ടോ, നിറച്ച് ഷിപ്പുകൾ അവിടെ. അങ്ങനെ നമ്മൾ ക്യൂൻ എലിസബത്ത് 2 ഷിപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. കാർണിവൽ ഇത് ഷിപ്പ് വെച്ചു. ദേനാട്ടോ ഷിപ്പ് നോക്ക്. ഇതേ കടലിൻ്റെ അടിയിലാണ് ഷിപ്പ് കിടക്കുന്നത്. കടൽ ഇതേ അവിടെ കണ്ടോ. ഇത്രയും വലിയൊരു ഷിപ്പാണ് ക്യൂൻ എലിസബത്ത്. അതിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഷിപ്പിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കടക്കണം പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലെങ്കിൽ എനിക്ക് പേടി. ഷിപ്പിൻ്റെ ഉള്ളിലെ റൂം കണ്ടോ, ബെഡ്റൂം. പണ്ടത്തെ ന്യൂസ് പേപ്പേഴ്സ്. ഷിപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. ഹായ്, വിച്ച് വേ വിൽ യു ഗോയിങ് ഫോർ ദി സെയിൽ സർ? യാ ഷോപ്പിംഗ്. വിച്ച് ഫ്ലോർ? യു. ഓക്കെ, നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ ലിഫ്റ്റിലാണ് കയറിയിട്ടാണ്. അപ്പർ ഡെക്ക് യു എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പർ ഡെക്ക് ഞങ്ങൾ അണ്ടർഗ്രൗണ്ടാന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതേ കണ്ടോ, ഷിപ്പിൻ്റെ നമ്മൾ അപ്പർ ഡെക്കിലെ വന്ന് നിൽക്കണത്. അവിടെ നമ്മൾ ബോട്ടിൽ കയറി ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ നിന്ന് പോണോണ്ട് ഇവിടെ ക്യൂൻ എലിസബത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് കപ്പലിൻ്റെ മുകളിലേക്ക് കയറണം. ക്യൂൻ എലിസബത്തിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിലെ ലൈബ്രറിയാണത്. റിസപ്ഷൻ ഏരിയ ഒക്കെ ഗ്രൗണ്ട് ഫ്ലോർ ഷിപ്പിൻ്റെ. ഒറിജിനൽ ക്യാപ്പ് മിസ്റ്റർ ജോൺ എഫ് ചില്ലിംഗ്ബോർത്ത്. അതെ, ഷിപ്പിൻ്റെ ഇങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഷിപ്പിൻ്റെ ഇങ്ങനെ മോഡലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. പിന്നെ അതിൻ്റെ ഓരോ ഇതും വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിരിക്കാം. ബുക്സ് എടുത്തിരുന്ന് വായിക്കാം. ലൈബ്രറിയിൽ നിന്ന് ഇങ്ങനെ ബുക്സ് എടുത്തിട്ട്. പിന്നെ ഇതേനും കണ്ടോ, ഇങ്ങനെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ? ആ ഷിപ്പിൻ്റെ കണ്ടോ ഓരോ ഇത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണേന്നൊക്കെ. എത്ര റൂംസ് അങ്ങനെയൊക്കെ അല്ലേ.
പിന്നെ ദേ ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സോവിനിയേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക്. ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇത് ഈ ചെടിയാണ് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത്. ഇതേ കണ്ടോ ഷിപ്പ്. ഇതേതാണ് സോവിനിയേഴ്സൊക്കെ നമുക്ക് കുറേ വിൽക്കാൻ വെച്ചിട്ടുള്ളൊരു ഷോപ്പ്. ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടാ. ഇതേനെ അതെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ബ്രാൻഡഡിൻ്റെ ഷോപ്പാണത്. കണ്ടീഷണറൊക്കെ. ഈ ബെല്ലെന്താ ഇനി ഓരോന്നും ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അതിങ്ങനെ ഓരോന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഒറിജിനൽ ബെൽ ഫ്രം എക്വിറ്റാനിയ.